അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നമ്മുടെ നാവ് അതെപ്പോഴും നല്ലത് മാത്രം സംസാരിക്കുന്ന നാവാവണം. ഒരാളെക്കുറിച്ചും അവർക്ക് വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മുടെ നാവിലൂടെ വരാൻ പാടില്ല. പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയവരെ സംബന്ധിച്ച് അവരുടെ കുറ്റവും കുറവും പറയുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ജീവിതകാലത്ത് അയാളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. എന്നാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഗുണം കിട്ടുന്ന രൂപത്തിൽ അയാൾ ജീവിതകാലത്ത് ചെയ്തു വെച്ച ബിദ്അത്തുകളെ സംബന്ധിച്ച്, വനാചാരങ്ങളെ സംബന്ധിച്ച് അയാൾ ജനങ്ങളെ തെറ്റിലേക്ക് ക്ഷണിച്ച് അങ്ങനെ ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതൊരിക്കലും വ്യക്തി ആക്ഷേപമാവാതെ സമൂഹ നന്മയ്ക്ക് വേണ്ടി, ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശരീഅത്തിൻ്റെ നിയമങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം അത്. എന്നല്ലാതെ വ്യക്തി അധിക്ഷേപം, വ്യക്തിപരമായുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾക്കത് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും മരണപ്പെട്ടാലും പറയാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, ഇദാ മാത സാഹിബുക്കും ഫദഊഹു, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ സുഹൃത്ത് മരണപ്പെട്ടുപോയാൽ ഫദഊഹു, നിങ്ങൾ അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് വിട്ടേക്കുക. ഒരിക്കലും അദ്ദേഹത്തെ സംബന്ധിച്ച് വലാ തഖഉ ഫീഹി, അദ്ദേഹത്തിൽ ജീവിതകാലത്ത് ഉള്ള തെറ്റുകൾ തന്നെയാണെങ്കിലും അതൊന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവരുതേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതായി, കൽപ്പിച്ചതായി ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് അയാളിലുള്ളതോ ഇല്ലാത്തതോ ആയ ഒരു വിഷയവും നമ്മൾ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് മാന്യതയ്ക്ക് ചേർന്ന ഒന്നല്ല. ഒന്നുകിൽ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ മദ്ഹുകൾ ധാരാളം പറയാം. ഒരിക്കലും അല്ല എങ്കിൽ അങ്ങനെ നല്ലത് പറയാനില്ല, അല്ലെങ്കിൽ നല്ലത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നാവ് അടക്കി വെക്കലാണ് ഏറ്റവും ഖൈർ, മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്നല്ലാതെ കുറ്റവും കുറവ് പറയുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കാനൊക്കെയുള്ള തൗഫീഖ് നൽകട്ടെ. ആഖിബത്ത് നന്നായി ഈമാനോടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചതുപോലുള്ള വെള്ളിയാഴ്ച രാവിലോ പകലോ ഒക്കെയായി ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ഈമാനുള്ള മരണം സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.